നമസ്കാരം. നമ്മുടെ പോർട്ടിൻ്റെ പണി പൂർത്തിയാകുന്നതിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതോടൊപ്പം മെത്തനോളിൻ്റെ സാധ്യതകൾ പഠിക്കുകയാണ്. ഈ സമയങ്ങളിൽ നമ്മളൊരു റിപ്പോർട്ട് ആ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തായാലും കഴിഞ്ഞ 4 വർഷമായിട്ട് വേൾഡ് ബാങ്ക് ഒരു പഠനം നടത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻസിയുള്ള പെർഫോമൻസ് കാണിക്കുന്ന പോർട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ 10 ഇന്ത്യയിൽ ഒരു പോർട്ടുമില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളിനി എത്രത്തോളം ആഞ്ഞു തുഴയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കോംപ്ലസൻസി എന്ന് പറയും നിലവിലുള്ള അവസ്ഥയിൽ സംതൃപ്തരായി അങ്ങോട്ട് മുന്നോട്ട് പോവുക, അധികം എഫേർട്ടൊന്നും എടുക്കണ്ട, ഇത്രയൊക്കെ മതി എന്നുള്ളൊരു തോന്നൽ വരും. അവിടെയാണ് അപകടം സംഭവിക്കുന്നത്. ഒരു ബൊയൻസി എന്ന് പറയും എപ്പോഴും നമ്മൾ പൊങ്ങിക്കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം പഠനങ്ങളിൽ 1ാം സ്ഥാനത്തും അല്ലെങ്കിൽ മികച്ച സ്ഥാനങ്ങളിൽ എത്താൻ പറ്റൂ. ഇവിടെ വേൾഡ് ബാങ്കും ആൻഡ് S&P രണ്ടുപേരും കൂടി 405 ഗ്ലോബൽ കണ്ടെയ്നർ പോർട്ടുകളുടെ മാത്രം സ്റ്റഡിയാണിത്. CPPI എന്ന് പറയും അതിൻ്റെ റാങ്കിങ്, ഗ്ലോബൽ കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ്. അതാണ് CPPI, കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ്. അതനുസരിച്ചിട്ട് 405 പോർട്ടുകളുടെ പഠനത്തിൽ ആദ്യത്തെ 10 ഇന്ത്യയില്ല. പിന്നീടുള്ള 20-നകത്തൊക്കെ ഉണ്ട്. പക്ഷേ 10-നകത്ത് എന്തുകൊണ്ട് നമ്മൾ വന്നില്ല എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദ ന്യൂവസ്റ്റ് ഗ്ലോബൽ കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് reveals that the East and Southeast Asian ports excelled in 2023, accounting for 13 of the top 20 places. ആദ്യത്തെ 20 സ്ഥാനങ്ങളിൽ 13 ഏഷ്യയിൽ നിന്നാണ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. പക്ഷേ ഇന്ത്യയില്ല. ആദ്യത്തെ 10 തന്നെയും അല്ലെങ്കിൽ ആദ്യത്തെ 13 തന്നെയും ഏഷ്യൻ പോർട്ടുകൾ ഉള്ളപ്പോൾ ഇന്ത്യയിൽ ഒരു പോർട്ടുമില്ല എന്നുള്ളിടത്താണ് നമ്മൾ കൂടുതൽ ഈ വിഷയം പഠിക്കേണ്ടത്. ഇത് എഫിഷ്യൻസിയാണ്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്തതായിരിക്കില്ല, പോർട്ടിൻ്റെ എഫിഷ്യൻസിയാണ്. കാരണം സിംഗപ്പൂറും ഷങ്ഹായിയും റോട്ടർഡാമും ഒന്നും ചിത്രത്തിൽ വരുന്നില്ല, അവരൊക്കെ പിന്നിലാണ് വരുന്നത്. പക്ഷേ പുതിയ ചില പോർട്ടുകൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത തന്നെ ചില പോർട്ടുകളാണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ വന്നിരിക്കുന്നത്. ഡെവലപ്ഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസ്, ദ 4th എഡിഷൻ ഓഫ് CPPI എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ്. ദ 4th എഡിഷൻ, ഇത് 4ാമത്തെ കണക്കെടുപ്പാണ് അവരുടെ. ദ 4th എഡിഷൻ ഓഫ് CPPI ഈസ് ബേസ്ഡ് ഓൺ ദി ബിഗ്ഗസ്റ്റ് ഡാറ്റ സെറ്റ് എവർ. ഒരു വർഷം നീണ്ടുനിന്ന ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ, രേഖകൾ പരിശോധിച്ച ഒരു പഠനമാണിത്. മോർ ദാൻ 182,000 വെസൽസ് കോൾസ്. ഈ 405 പോർട്ടുകളിലായിട്ട് 1,82,000 കപ്പലുകൾ, ഒരു കപ്പലിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവും. വെസൽ കോൾസ് എന്ന് പറഞ്ഞാൽ വെസൽ പോർട്ടിൽ സന്ദർശിക്കുന്നത്. അങ്ങനെ 1,82,000 കപ്പലുകളുടെ സന്ദർശനം കണക്കിലെടുത്തിട്ടുണ്ട്. 238.2 മില്യൺ മൂവ്സ്. മൂവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ പോർട്ടിലൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ക്രെയിനുകൾ കപ്പലിൽ പോയി കണ്ടെയ്നർ എടുത്ത് കരയിൽ വയ്ക്കുക, അല്ലെങ്കിൽ കരയിലിരിക്കുന്ന കണ്ടെയ്നറിനെ കപ്പലിൽ വയ്ക്കുക. അങ്ങനെ 238.2 മില്യൺ മൂവ്സ്. ഒരു പ്രേക്ഷകൻ പറഞ്ഞ് മില്യൺ ബില്യൺ ഒന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, അത് കുറച്ച് ലളിതമാക്കി പറയണമെന്ന് പറയുന്നു. മില്യൻ്റെ കണക്ക് ഒരു പോയിന്റ് ബാക്കിലോട്ടാക്കിയാൽ മതി. 238.2 മില്യൺ എന്ന് പറയുമ്പോൾ 23,82,00,000. ഒരു പോയിന്റ് ബാക്കിലോട്ട് കുത്തിയാൽ അതിൻ്റെ കോടികൾ കിട്ടും. മറ്റത് 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. ഇവിടെ മില്യണാണ്. 238.2 മില്യൺ. അപ്പോൾ 23.82 മില്യൺ മൂവ്. ക്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ STS, ഷിപ്പ് ടു ഷോർ, ഇങ്ങനെ മൂവ് ചെയ്തെടുക്കുന്ന മൂവാണ് ഇത്രയും 23.82 മില്യൺ മൂവ്സ്. അതുകൂടാതെ ആൻഡ് അബൌട്ട് 381 മില്യൺ 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ്സ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിലൂടെ 381 മില്യൺ 38 കോടി 10 ലക്ഷം കണ്ടെയ്നറുകളാണ് കരയിൽ വരികയോ കപ്പലിലോട്ട് കൊടുക്കുകയോ ചെയ്തത്. ഫോർ ദ ഫുൾ കലണ്ടർ ഇയർ ഓഫ് 2023. കഴിഞ്ഞ ഫുൾ കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ 381 മില്യൺ 38.10 കോടി കണ്ടെയ്നർ. അപ്പോൾ ഒരു ചെറിയ സംശയം തോന്നാം, ഞാനൊരു വിദഗ്ധനല്ല, എൻ്റെ ഒരു ഗസ്റ്റ് വർക്ക് ഗെസ്റ്റിമേറ്റ് അനുസരിച്ച്
238.2 മില്യൺ പ്രാവശ്യം ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത്രയും കണ്ടെയ്നറല്ലേ വരേണ്ടത്? 238.2 മില്യൺ കണ്ടെയ്നറല്ലേ വരികയോ പോവുകയോ ചെയ്യേണ്ടത്? ഇവിടെ 38 കോടി അല്ലെങ്കിൽ 381 മില്യൺ കണ്ടെയ്നർ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ദയവ് അത് തിരുത്തി തരണം. സെലിംഗമിൻ്റെ അവതാരകനും ഒരു വിദ്യാർത്ഥിയാണ് ഈ വിഷയത്തിൽ, കപ്പൽ മേഖലയിലെ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 238.2 മില്യൺ മൂവിലൂടി എടുത്തു വെച്ച കണ്ടെയ്നറുകളിൽ ഇത് 20 ഫീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 40 ഫീറ്റ് കണ്ടെയ്നർ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഒരു മൂവിൽ 2 20 ഫീറ്റ് വന്നിട്ട് 2 20 ഫീറ്റിന് ഈക്വലൻ്റ് ആയ ഒരു 40 ഫീറ്റ് വരുന്നതാണ് ഈ 381 മില്യണായിട്ട് അത് കൂടാൻ കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഇത് തെറ്റാണെങ്കിൽ ആരെങ്കിലും തിരുത്തി തന്നാൽ നന്നായിരിക്കും. എന്തായാലും ലോകം മുഴുവൻ നടന്ന 1,82,000 വെസൽ കോളുകളിൽ നിന്ന് 38.10 കോടി കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച ഇനത്തിലാണ് നേരത്തെ പറഞ്ഞ പോർട്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ച് വേൾഡ് ബാങ്കും S&Pയും പഠിച്ചത്. ലുക്കിംഗ് അറ്റ് ദ ടോപ്പ് പെർഫോമിംഗ് പോർട്ട്സ്, China's Yangshan port earned the top spot for the second consecutive year. കഴിഞ്ഞ വർഷവും യാങ്ഷാൻ ആയിരുന്നു, ചൈനയിലെ യാങ്ഷാൻ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് ഷാങ്ഹായ്, സിംഗപ്പൂർ, റോട്ടർഡാം, ഈ കണക്കുകളാണ് പലപ്പോഴും വരുന്നതെങ്കിൽ പെർഫോമൻസിൽ ഇപ്പോൾ യാങ്ഷാൻ പോർട്ടാണ് തുടർച്ചയായിട്ട് 2 വർഷവും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. വൈൽ ഒമാൻസ് പോർട്ട് ഓഫ് സലാല റിറ്റെയിൻഡ് ദ നമ്പർ 2 പൊസിഷൻ. കഴിഞ്ഞ വർഷം അവർ 2ആയിരുന്നു, ഇത്തവണയും സലാല ലോകത്തിൽ 2ാം സ്ഥാനത്ത്, പെർഫോമൻസിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു പോർട്ടുമില്ല എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു. ഏറ്റവും എഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ തന്നെ അവകാശപ്പെടുന്ന മുണ്ട്ര പോർട്ട് പോലും ആദ്യത്തെ 10-ലില്ല. ദ പോർട്ട് ഓഫ് കാർട്ടിജീന ഇൻ കൊളംബിയയിലെ പോർട്ടാണ് 3ാം സ്ഥാനം. അസെൻഡഡ് ടു 3rd പ്ലേസ്. നേരത്തെ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ താഴെയായിരുന്നത്, 3ാം സ്ഥാനത്തേക്ക് എത്തി. ടാൻജർ മെഡിറ്ററേനിയൻ ഓഫ് മൊറോക്കോ ഹെൽഡ് സ്റ്റഡി ഓൺ 4th. കഴിഞ്ഞ വർഷം ഒരു 4ാം സ്ഥാനമായിരുന്നു. ഈ ടാൻജർ മെഡിറ്ററേനിയൻ അറിയാം നമുക്ക്, ഈ സൗത്ത് ആഫ്രിക്ക ചുറ്റി പോകുന്ന പോക്കിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ സുയസ് വഴി പോകുമ്പോഴും ഈ ടാൻജർ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് വിമാക്കിൻ്റെ പ്രവർത്തകൻ അവിടെയുണ്ട്, മൊറോക്കയിലുണ്ട്. അദ്ദേഹം ഈ ടാൻജർ പോർട്ടിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. ടാൻജർ മെഡിറ്ററേനിയൻ ഓഫ് മൊറോക്കോ ഹെൽഡ് സ്റ്റഡി ഇൻ 4th ആൻഡ് തഞ്ചോങ് പലപ്പാസ് പോർട്ട് ഇൻ മലേഷ്യ. നമ്മളെപ്പോലുള്ള ഒരു രാജ്യമാണ് മലേഷ്യയും, അവർ 5ാം സ്ഥാനത്തെത്തി. തഞ്ചോങ് പലപ്പാസ് പോർട്ട് ഇൻ മലേഷ്യ റൗണ്ടഡ് ഔട്ട് ദി ടോപ്പ് 5. അപ്പോൾ ആദ്യത്തെ 5 പോർട്ടുകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. യാങ്ഷാൻ പോർട്ട് ചൈന, ഒമാൻ സലാല ഇൻ ഒമാൻ 2nd, പോർട്ട് ഓഫ് കാർട്ടജീനിയ കൊളംബിയ 3rd, ടാൻജർ മെഡിറ്ററേനിയൻ 4th ആൻഡ് തഞ്ചോങ് പലപ്പാസ് 5th. ഇനിയുള്ള 5 കൂടിയുണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത. ചൈനയിലെ ചിവാൻ പോർട്ട്, ഷെൻസണിലാണെന്ന് തോന്നുന്നു ചിവാൻ പോർട്ട്. കൈമെപ്പ് വിയറ്റ്നാം, ഗ്വാങ്ഷോ ചൈന കേട്ടിട്ടുണ്ട്, ഗ്വാങ്ഷോ. യോക്കോഹാമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യോക്കോഹാമ 9ാം സ്ഥാനം. അൽജസീറാസ് 10ാം സ്ഥാനം, സ്പെയിൻ. അപ്പോൾ ഇവരാണ് ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന പോർട്ടുകൾ. ഈ പറയുന്ന 1,82,000 വെസലുകൾ വന്നു പോയ ഇനത്തിൽ പെർഫോമൻസിൽ മികച്ചു നിൽക്കുന്ന പോർട്ടുകളാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു പോർട്ടും വന്നിട്ടില്ല? നമ്മുടെ വിശാഖപട്ടണം പോർട്ടും മുണ്ട്ര പോർട്ടുമൊക്കെ ഉണ്ട്. വിശാഖപട്ടണം പോർട്ട് 19ാം സ്ഥാനവും മുണ്ട്ര പോർട്ട് 27ാം സ്ഥാനവുമാണ്. സിംഗപ്പൂർ പോർട്ട് 17ാം സ്ഥാനമാണ്. ഈ 20 പോർട്ടിനകത്ത് ദുബായ് ഇല്ല, റോട്ടർഡാം ഇല്ല. ഇപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ ചേരുന്നതാണ്, ടേൺ അറൗണ്ട് ടൈം ഉൾപ്പെടെയുള്ളതാണ്. ഇതെല്ലാം കൂടി കണക്കാക്കിയാണ് ഈ വേൾഡ് ബാങ്കിൻ്റെ ഈ പെർഫോമൻസ്. ഈ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വിഴിഞ്ഞം എത്രയും പെട്ടെന്ന് ഈ പെർഫോമൻസിലോട്ട് കടന്നു വരികയും ഈ പറയുന്ന ആദ്യത്തെ 10-നകത്ത് വരികയും 1ാം സ്ഥാനത്ത് തന്നെ എത്താൻ ശ്രമിക്കുകയും വേണം എന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്.